കമൽ, റഹീസിനെ എങ്ങനെയാണ് അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്? വടം ഉപയോഗിച്ച് പുറത്തേക്ക് എത്തിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ കണക്ടിവിറ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പലരെയും ഫോണിൽ ലഭ്യമാകുന്നില്ല. എങ്കിലും കയറിറക്കി വടമിറക്കി കയറ്റി എന്നാണ് മനസ്സിലാകുന്നത്. ഇത് സാധാരണഗതിയിൽ ഈ നമ്മൾ സാഹസിക പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായി മലകയറ്റം ഒക്കെ ചെയ്യുന്നത് പോലുള്ള അങ്ങനത്തെ അത്രയും ചെങ്കുത്തായ പ്രദേശമാണ്. റോപ്പ് ഉപയോഗിച്ചൊക്കെ ആളുകൾ കയറി വരാൻ മാത്രം പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ ഈ കാലാവസ്ഥയിൽ അതും അത്ര പ്രായോഗികമല്ല. ഇപ്പോൾ അത്രയും നീരൊഴുക്ക്, ഒരു ഉരുൾപൊട്ടൽ കഴിഞ്ഞ് ഈ വെള്ളം മുഴുവൻ ഒഴുകിപ്പോയ വഴിയാണ്. നമ്മളിപ്പോൾ മുകളിൽ ചൂരൽമലയിലും വയനാട് നമുക്ക് പുതിയ അപ്ഡേഷൻ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തേടേണ്ടതുണ്ട്. ഗൂഗിൾ ചേരുന്നുണ്ട്. ഗൂഗിൾ, ഈ രക്ഷാശ്രമം ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഈ 3 പേരെയും, കുടുങ്ങിക്കിടക്കുന്ന 3 പേരെയും എയർലിഫ്റ്റ് ചെയ്ത് മാറ്റാനുള്ള സാധ്യതകൾ വീണ്ടും തേടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് ഒരാളെ ആ ഒരു ശ്രമം വിജയത്തിനോട് അടുത്തെത്തിയിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അതിന് കൃത്യമായൊരു സൂചന ലഭിക്കുന്നില്ല. കാരണം സ്വാഭാവികമായും അവിടെയുള്ള രക്ഷാപ്രവർത്തനം നമുക്കത് നേരിട്ട് കാണാനൊക്കെ ആ രക്ഷാപ്രവർത്തനം കാണാൻ പ്രയാസമാണ്. കാരണം അത്ര ദൂരമുണ്ട്. മാത്രമല്ല ദുർഘടമായ പാതയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ, സിഗ്നലുകളും വളരെ മോശമാണ്. അവിടെ ഉള്ളവരെ വിളിച്ചിട്ട് നമുക്ക് കൃത്യമായ ഒരു വിവരം കിട്ടുന്നില്ല. പക്ഷെ അവസാനം ലഭിക്കുന്ന സൂചന അവിടെ ഒരു എയർലിഫ്റ്റിന്റെ സാധ്യതകൾ തന്നെ പരീക്ഷിക്കുന്നു എന്നുള്ളതാണ്. കാരണം അല്ലാതെ കയറി കൊണ്ടുവരിക എന്നുള്ളത് പ്രായോഗികമല്ലാത്ത ഒരു സന്ദർഭം വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഉള്ള ഒരു സാധ്യത, അതായത് എയർലിഫ്റ്റിംഗ് എന്നുള്ള സാധ്യത പരിശോധിക്കുന്നത്. അതിൽ ഒരാളെ ഏകദേശം എയർലിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരമല്ല, നമുക്കിവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകളാണ്. ഗൂഗിൾ, അവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എന്താണ് വിവരങ്ങൾ ഈ രക്ഷപ്പെട്ട ആളുടെയും മറ്റ് 2 പേരുടെയും? കാരണം ഇത്രയും സമയം, ഇത്രയും മണിക്കൂറുകൾ അവിടെ ഇരുന്നതാണ്. അവിടേക്ക് എത്തപ്പെട്ടത് എങ്ങനെയെന്ന് മറ്റൊരു ചോദ്യമാണ്. അതിനെ സ്ഥിരീകരിക്കേണ്ടതാണ്. അവരുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? ആരോഗ്യം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളില്ല. ഒരുപക്ഷെ അത് ആശുപത്രിയിലും മറ്റും എത്തിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായൊരു കാര്യം ലഭിക്കുകയുള്ളൂ. ഏതായാലും നിലവിൽ മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങളോ അത്തരം കാര്യങ്ങളൊന്നും ഇല്ല. ശരി, അതൊക്കെ ഗൂഗിൾ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ടെറൈൻ്റെ ഒരു പ്രത്യേകതയാണ്. ചെങ്കുത്തായ പാറക്കെട്ടുകൾ കുത്തി ഒലിക്കുന്ന, കാരണം മഴവെള്ളപ്പാച്ചിൽ പോലെ അങ്ങനെ അവിടെ ആ ഒരു ഒഴുക്ക്, ആ പുഴയുടെ ഒഴുക്ക് അത്യന്തം ദുഷ്കരമായൊരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ട് രക്ഷാ ദൗത്യം വളരെ ശ്രമകരമാണ്. ഇപ്പോൾ അനുമാനിക്കുന്നതനുസരിച്ച് ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കാം. പോലീസിന്റെ കൈവശമുള്ള സംവിധാനങ്ങൾ എന്തൊക്കെ ഉപയോഗിച്ച് രക്ഷ ഒരുക്കാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആവർത്തിക്കാമോ? അതായത് ഈ രക്ഷാദൗത്യം എങ്ങനെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കണം? അതായത് ഒരുപക്ഷെ എയർലിഫ്റ്റിന്റെ സാധ്യത തന്നെയാണ് വീണ്ടും പരിശോധിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ വഴി കടന്നു വരിക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ചെങ്കുത്തായ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കടന്നു വരിക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ചെങ്കുത്തായ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഒരു എയർലിഫ്റ്റിംഗ് സാധ്യത തന്നെയാണ് പരിശോധിക്കുന്നത്. 3 പേരെയും എയർലിഫ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് നടക്കുന്നത്. ആദ്യം ഒരു ശ്രമം നടത്തി അത് പരാജയപ്പെട്ടു. വീണ്ടും അതിനുള്ള ശ്രമമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് ഗൂഗിൾ മടങ്ങിയെത്താൻ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പ്രണവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രണവ്, ഈ 3 പേരെയും രക്ഷിക്കാനായിട്ടുണ്ടോ? എന്താണ് പുതിയ വിവരം ഞങ്ങളുമായി പങ്കുവയ്ക്കാനാകുന്നത്? 3 പേരെ ലിഫ്റ്റ് ചെയ്തു. ഒരാള് അപ്പുറത്തൂടെ കയറി വന്നു. ബാക്കി 2 പേരെ ലിഫ്റ്റ് ചെയ്തു. അതായത് 3 പേരെയും രക്ഷപ്പെടുത്തി. എയർ ലിഫ്റ്റിംഗ് ആയിരുന്നു അല്ലേ? ലിഫ്റ്റ് ചെയ്തത്. 2 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ആ 2 പേർക്കാണ് ഇങ്ങോട്ട് കടക്കാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ ഭയങ്കരമായ ഒരു കുത്തൊഴുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഴയുടെ വെള്ളം പാച്ചിൽ ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് രക്ഷാപ്രവർത്തനത്തിന് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. റോപ്പ് റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ഒന്ന് അവരെ എയർലിഫ്റ്റ് ചെയ്തു. 2 പേരെയും ചുരുക്കത്തിൽ 3 പേരെയും രക്ഷപ്പെടുത്തിയല്ലേ? പ്രണവ് 3 പേരെയും രക്ഷപ്പെടുത്താനായി. അങ്ങനെ 3 പേരും രക്ഷപ്പെടുത്തി. ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഹലോ, ഇവരുടെ ആരോഗ്യസ്ഥിതിയിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല. പ്രണവ്, ഇവിടേക്ക് അവരെങ്ങനെ എത്തപ്പെട്ടിരിക്കാം? അത് അവര് ഈ ബോഡി സെർച്ച് ചെയ്തിട്ട് അങ്ങനെ കയറി വന്നാണെന്നാണ് അറിഞ്ഞത്. അങ്ങനെ അവർ ഇന്നലെ അവിടെ കുടുങ്ങിപ്പോയി. ഇപ്പൊ അവർക്ക് കാലിലോ കല്ലിലോ എന്തോ പറയലോ തട്ടി പരിക്ക് പറ്റി. പിന്നെ അവർക്ക് ഇങ്ങോട്ട് കിടക്കാൻ പറ്റാതായി. അതിൽ ഒരാൾ മാത്രം കടന്നു വന്നു. അതിന് വേറെ പരിക്കുകളില്ലാത്തതുകൊണ്ട് മറ്റേ 2 പേരാണ്
അതായത് പ്രണവ്, ഈ മൂന്ന് പേരും വിവിധ ഭാഗങ്ങളിലായിരുന്നു. അപ്പൊ ഈ റഹീസിനെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? 3 പേരും ഒരേ സ്ഥലത്ത് തന്നെയായിരുന്നു, പക്ഷെ 2 പേർക്ക് നല്ല പരിക്ക് പറ്റിയിരുന്നു. ഈ റഹീസിന് നിങ്ങളുടെ ഈ റോപ്പിൽ പിടിച്ച് ഇപ്രവശത്തേക്ക് കടക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യസ്ഥിതി ആയിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെടുത്തി അല്ലേ? അല്ല, അവർക്ക് നമ്മൾ അങ്ങോട്ട് അവരുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് ചേരാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ വന്നിട്ട് അവരെ ലിഫ്റ്റ് ചെയ്തത്. ഈ 2 പേരെ? അതെ, 2 പേരെ. അത് കുറച്ച് പരിക്കും കൂടുതലായിരുന്നു അവർക്ക്. ആദ്യം വന്ന് രക്ഷപ്പെട്ടാല് അവർക്ക് പരിക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മുകളിലോട്ട് കയറി. ഇതൊരു വളരെ ചെങ്കുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്. വളരെ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഏറ്റവും അടിവശമാണ്. അപ്പോ ഈ 3 സൈഡിലുള്ള വെള്ളം ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഒരു ഏകദേശം മുകളിൽ നിന്ന് ടോപ്പിൽ നിന്ന് അടി അപ്പോ ആ ഒരാൾ മാത്രം അപ്പുറത്ത് കയറി നമ്മൾ റോപ്പ് കൊടുത്തു. അവർ കയറി വന്നു. നമ്മുടെ ഫയർ സർവീസിന് തന്നെ റോപ്പ് കൊടുത്തിട്ടാണ് അവർ ആദ്യം കയറി വന്നു. നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ബാക്കി 2 പേർക്ക് നല്ല പരിക്കുണ്ടായിരുന്നു. അവരെയും കൂടി നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് എയർഫോഴ്സ് വന്ന് അവരുടെ ഹെലികോപ്റ്ററിലാണ് വന്ന് കയറ്റി ലിഫ്റ്റ് ചെയ്തപ്പോൾ കൊണ്ടുപോയി രക്ഷപ്പെട്ടു. ഈ വെള്ളച്ചാട്ടത്തിലൂടെയൊക്കെ തന്നെ ഒരുപാട് ബോഡികളൊക്കെ ഒഴുകി പോയിരിക്കാം, അതൊക്കെ തെരഞ്ഞു പോയവരായിരുന്നിരിക്കാം അല്ലേ? അതെ. അവര് ബോഡി സെർച്ച് ചെയ്ത് വന്നാണെന്നാണ് പറഞ്ഞത്. സിവിലിയന്മാരാണ്, അവര് രക്ഷാപ്രവർത്തകരാണെന്നാണ് പറയുന്നത്. അവർ ഈ ബോഡി നമ്മൾ മുകളിൽ നിന്ന് ഉരുൾപൊട്ടി മുകളിൽ നിന്ന് ഒരുപാട് ബോഡികൾ ചാലിയാർ പുഴയിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് സെർച്ച് ചെയ്തിട്ട് വന്നതാണെന്നാണ് പറഞ്ഞത്. ഇന്നലെ വന്നു, ഇന്നലെ അവർ കുടുങ്ങി. എന്നിട്ട് ഇവിടെ കാട്ടിൽ തന്നെയായിരുന്നു അവരിവിടെ ഇരുന്നത്. ഈ ചെങ്കുത്തായ ഒരു മലയിടുക്കാണ്, അവിടെ വഴുവഴുപ്പുള്ള പാറകളാണ്, കുത്തിയൊലിക്കുന്ന വെള്ളമുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ നടത്തിയ ഒരു ശ്രമം വളരെ ദുഷ്കരമായിരുന്നു അല്ലേ? അതെ, തീർച്ചയായും. അത് ഭയങ്കര ഇപ്പൊ വെള്ളം ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് ആളെ നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നാണ് കരുതിയിരുന്നത്. അപ്പോഴേക്കും പിന്നെ പരിക്ക് കൂടുതലായതുകൊണ്ട് തന്നെ എയർപോർട്ട് വന്നു അവരെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി.